നൂൺ ഇൻഫോടെക്കിന്റെ പവർ പോയിന്റ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാർട്ട്സ് ആൻഡ് ടേബിൾസിനെ കുറിച്ചാണ്. അതായത് ഒരു പ്രസന്റേഷനകത്ത് എങ്ങനെ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാം, ആ ടേബിൾ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ചാർട്ട് അല്ലെങ്കിൽ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് ഒക്കെ എങ്ങനെ ഈ ഒരു പ്രസന്റേഷനകത്ത് ഇൻസേർട്ട് ചെയ്യാം, അത് കസ്റ്റമൈസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ആദ്യം ഒരു സ്ലൈഡിനകത്ത് ടേബിൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ടാബിനകത്താണ് പോകേണ്ടത്. അപ്പോൾ ഇൻസേർട്ട് ടാബിനകത്ത് ടേബിൾ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് രീതിയിൽ ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതിൽ കണ്ടോ, റോസും കോളംസും നമ്മളിവിടെ സെലക്ട് ചെയ്യണ അനുസരിച്ചിട്ട് നമ്മുടെ സ്ലൈഡിനകത്ത് അത് ടേബിളായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എത്ര റോ അല്ലെങ്കിൽ എത്ര കോളം നമ്മൾ സെലക്ട് ചെയ്യണോ അതിനനുസരിച്ച് അവിടെ ടേബിൾ ക്രിയേറ്റ് ആയിട്ട് വരും. ഇത് വന്നിട്ട് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് വന്നിട്ട് ടേബിൾസിനകത്ത് തന്നെ ഇൻസേർട്ട് ടേബിൾ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ ഇവിടെ ഈ ഒരു ടേബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടേബിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇൻസേർട്ട് ടേബിൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് നമ്പർ ഓഫ് കോളംസും അതുപോലെ നമ്പർ ഓഫ് റോസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് കോളംസ് നമുക്ക് എത്ര കോളംസ് വേണം അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്പർ ഓഫ് റോസും നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തത്, ഇത് സെക്കൻഡ് മെത്തേഡിൽ ചെയ്തത്. മൂന്നാമത് വന്നിട്ട് ഇൻസേർട്ടിൽ ടേബിളിനകത്ത് ഡ്രോ ടേബിളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ടേബിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പെൻസിലിൻ്റെ ഒരു ടൂള് വരും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ടേബിൾ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ടേബിൾ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. അപ്പം ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യണമെന്നില്ല. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നെക്സ്റ്റ്, ഒരു ടേബിൾ എങ്ങനെ റീസൈസ് ചെയ്യാം, അതെങ്ങനെ മൂവ് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ടേബിൾ റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടേബിൾ സെലക്ട് ചെയ്യാം. ഈ ഒരു ടേബിൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസൈസിന് വേണ്ടിയിട്ട് ടേബിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡബിൾ ഹെഡഡ് ആരോസ് വരുന്ന കുറച്ച് ഹാൻഡിൽസ് കാണാം. ഈ ഹാൻഡിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടേബിൾസ് റീസൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഹാൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് വിടാം. അത് വേണ്ട സൈസ് വരെ ഡ്രാഗ് ചെയ്തിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടേബിൾ റീസൈസ് ആയി. ഇനി ഈ ഒരു ടേബിൾ എങ്ങനെ മൂവ് ചെയ്യാൻ നോക്കാം. ടേബിൾ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ടേബിൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ആരോ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു 4 ഹെഡഡ് ആരോ ഇവിടെ കാണാൻ കഴിയും. അത് വരുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വേറെ ഏതെങ്കിലും വന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ആവില്ല. അപ്പോൾ അതിൻ്റെ റീസൈസിങ് ആയിരിക്കും നടക്കേണ്ടത്. അപ്പോൾ മൂവ് ചെയ്യണമെങ്കിൽ ഒരു 4 ഹെഡഡ് ആരോ തന്നെ വരണം. അത് വെച്ചിട്ടാണ് നമുക്ക് അത് മൂവ് ചെയ്യേണ്ടത്. ഇനി ടേബിളിനകത്ത് എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടേബിളിനകത്ത് ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു സെല്ല് സെലക്ട് ആവും. ഇതിനകത്ത് നമുക്ക് എന്താണോ ടെക്സ്റ്റ് കൊടുക്കേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നെയിം, ക്ലാസ്, അതുപോലെ സബ്ജക്റ്റ്, നമ്മൾ ഈ റൈറ്റ് ആരോ അല്ലെങ്കിൽ ലെഫ്റ്റ് ആരോ യൂസ് ചെയ്തിട്ട് ഓരോ സെല്ലിലോട്ട് നമുക്ക് മൂവ് ആവുന്നതാണ്. മാർക്ക് കൊടുത്തു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഈ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റൈല്, അതുപോലെ ഫോണ്ട് സൈസ്, അതുപോലെ ബോൾഡ് ആക്കണോ, ഇറ്റാലിക് ആക്കണോ, അണ്ടർലൈൻ ചെയ്യണോ, ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണോ, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ടേബിളിനകത്ത് ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ ടേബിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ 2 ടാബ് നമുക്ക് എനേബിൾ ആയിട്ട് വരുന്നത്. അത് ടേബിൾ ഡിസൈനും അതുപോലെ ടേബിൾ ലേഔട്ടും. ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു 2 ടാബ് വരുള്ളൂ. അല്ലാത്ത സമയം നമ്മൾ ടേബിൾ ക്ലിക്ക് ചെയ്യാത്ത സമയത്ത് ആ 2 ടാബ് നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിനകത്താണ് നമുക്ക് ഒരു റോ ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോളം ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യം ആ ടേബിൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ടേബിൾ ലേഔട്ടിനകത്ത് ഇൻസേർട്ട് റോ എബവ്, ഇൻസേർട്ട് റോ ബിലോ പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് റോസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് റോൻ്റെ എബോവ് ആണ് അല്ലെങ്കിൽ ഏത് റോൻ്റെ ബിലോ ആണ് ഒരു റോ ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു റോ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ട് റോ എബോവ് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത റോൻ്റെ മേലെ ഒരു റോ ആഡ് ആവും. ഇനി അതേസമയം നമ്മൾ സെലക്ട് ചെയ്ത റോൻ്റെ താഴെ ഒരു റോ ആഡ് ചെയ്യണമെങ്കിൽ
ഇൻസേർട്ട് റോ ബിലോ പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് താഴെ ഒരു റോ ഇൻസേർട്ട് ആവും. ഇനി ഒരു കോളം എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. കോളം നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ ആയിരിക്കും. നമ്മൾ സെലക്ട് ചെയ്ത കോളത്തിന്റെ ലെഫ്റ്റിലാണ് നമുക്ക് ഒരു കോളം ആഡ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് കോളം ലെഫ്റ്റ് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത കോളത്തിന്റെ റൈറ്റിലോട്ടാണ് ഒരു കോളം ആഡ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് കോളം റൈറ്റ് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റോയും കോളവും ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്കൊരു റോ അല്ലെങ്കിൽ കോളം എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഏത് കോളമാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 കോളം സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒന്നിൽ കൂടുതൽ കോളം ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു കോളം സെലക്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്തതിന് അടുത്ത കോളം സെലക്ട് ആവും. അപ്പോൾ ഇതിൽ ഡിലീറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ടേബിൾ ലേഔട്ടിനകത്താണ് വരുന്നത്. ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഡിലീറ്റ് കോളം ഉണ്ട്, ഡിലീറ്റ് റോസ് ഉണ്ട്, ഡിലീറ്റ് ടേബിൾ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കോളമാണ് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിലീറ്റ് കോളമാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ 2 കോളം ഡിലീറ്റ് ആവും. ഇനി നമുക്കൊരു റോ എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ റോ ഇതുപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ റോസ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് റോസ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സെല്ലിൽ തന്നെ സെല്ലിന്റെ സൈസ് കണ്ടോ, ഇവിടെ സബ്ജക്റ്റ് ടി താഴെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ സെല്ലിന്റെ ഈ ലൈനിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോ നമുക്ക് കാണാൻ കഴിയും. അത് വരുമ്പോൾ മൗസിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആ സ്പേസ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവിടെയും നമുക്കത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ ആ ഒരു സെൽ അല്ലെങ്കിൽ റോ അല്ലെങ്കിൽ കോളം നമുക്ക് റീസൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡിലീറ്റിൽ വരുന്ന വേറൊരു ഓപ്ഷനാണ് ഡിലീറ്റ് ടേബിൾ. അതായത് മൊത്തം ടേബിൾ ഡിലീറ്റ് ചെയ്ത് കളയാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്ത ടേബിൾ ആയിരിക്കും ഡിലീറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ഡിലീറ്റ് ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിൾ അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടേബിൾ സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ടേബിളിൻ്റെ സ്റ്റൈലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് ടേബിൾ ആദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് ടേബിൾ ഡിസൈൻ പറഞ്ഞ ടാബിനകത്ത് പോവാം. ഇതിനകത്ത് ടേബിൾ സ്റ്റൈൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുകൂടാതെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേബിൾ സ്റ്റൈൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ ടേബിളിൻ്റെ ഡിസൈന് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ഏത് സ്റ്റൈലാണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്രീൻ സ്റ്റൈൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും എടുക്കാം. ഈ ഒരു ഗ്രീൻ എടുക്കാം. ഇപ്പോൾ ടേബിൾ നമ്മൾ ഓൾറെഡി നേരത്തെയും ഗ്രീൻ തന്നെയായിരുന്നു. അപ്പോൾ വേറെ ഏതെങ്കിലും കളർ എടുക്കാം. ഈ ഒരു കളർ എടുക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ സ്റ്റൈൽ എടുത്തു. ഇനി ഈ ടേബിൾ നമുക്ക് ഷെയ്ഡിങ് ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഷെയ്ഡിങ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഗ്രേഡിയൻ്റ്, അത് പിക്ചർ ഉണ്ട്, അതുപോലെ ഗ്രേഡിയൻ്റ് ഉണ്ട്, ടെക്സ്ചർ ഉണ്ട്. പിക്ചർ പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു പിക്ചർ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഗ്രേഡിയൻ്റ് ഉണ്ട്. ഗ്രേഡിയൻ്റ് പറഞ്ഞാൽ അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് ഗ്രേഡിയൻ്റ് ആണ് വേണ്ടത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബോർഡേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നോ ബോർഡേഴ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഓൾ ബോർഡേഴ്സ് ഉണ്ട്, ഔട്ട്സൈഡ് ബോർഡേഴ്സ് ഉണ്ട്. നോ ബോർഡേഴ്സ് പറഞ്ഞാൽ നമുക്ക് ബോർഡേഴ്സ് ഒന്നുമില്ലാതെ വരാനാണ്. ഓൾ ബോർഡേഴ്സ് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനും ബോർഡേഴ്സ് വരും. ഓരോ കോളം റോ എല്ലാത്തിനും ബോർഡേഴ്സ് സെറ്റ് ചെയ്യും. അതുപോലെ ഔട്ട്സൈഡ് ബോർഡേഴ്സ് പറയുമ്പോൾ നമ്മുടെ ഈ ബോർഡേഴ്സിൽ പുറമേയുള്ള ബോർഡേഴ്സ് അത് റിമൂവ് ചെയ്ത് കളയും. അതുപോലെ ഇൻസൈഡ് ബോർഡേഴ്സ് പറഞ്ഞാൽ ഇൻസൈഡിലുള്ള ബോർഡേഴ്സ് ഡിലീറ്റ് ആവും. ഇപ്പോൾ ടോപ്പ് ബോർഡർ കൊടുത്താൽ ടോപ്പിൽ മാത്രം ബോർഡർ വരും. അതുപോലെ ബോട്ടം ബോർഡർ പറഞ്ഞാൽ ബോട്ടത്തിൽ മാത്രം ബോർഡർ ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യണം അതിനനുസരിച്ച് അവിടെ ബോർഡേഴ്സ് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഓൾ ബോർഡേഴ്സ് കൊടുക്കാം. നമുക്ക് ഡയഗണലായിട്ടും ബോർഡർ കൊടുക്കാം, ഡയഗണൽ ഡൗൺ ബോർഡർ. അത് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഡയഗണൽ അപ്പ് ബോർഡർ ഒക്കെ ഉണ്ട്. നമ്മൾ ഹോൾ ടേബിൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ടേബിളിൻ്റെ എല്ലാ റോസിലും കോളംസിലും അത് എഫക്റ്റ് ആവുന്നതായിരിക്കും. ഇനി ബോർഡേഴ്സ് ഒന്നും വേണ്ടെങ്കിൽ നോ ബോർഡേഴ്സ് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഓൾ ബോർഡർ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോർഡേഴ്സ് കൊടുക്കാം. അതുപോലെ ഇനി എഫക്ട്സ് കൊടുക്കാം. എഫക്ട്സ് പലതരം എഫക്ട്സ് ഉണ്ട്. അതിൽ ഏത് എഫക്റ്റ് ആണോ നമുക്ക് വേണ്ടത് അതെടുക്കാം. ഇത് വന്നിട്ട് നമ്മളൊരു ബട്ടൺ സ്റ്റൈലൊക്കെ വെക്കാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഷാഡോ ഉണ്ട്. ഷാഡോ ഏതാണ് സെലക്ട് ചെയ്യാം. അതുപോലെ എഫക്ട്സ് ഇനി വരുന്നത് റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ റിഫ്ലക്ഷൻ ഏതാണെന്ന് വേണ്ടത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റിഫ്ലക്ഷനൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ട്യൂട്ടോറിയലിൽ. അപ്പോൾ അതുപോലെ ടേബിൾസിനും കുറച്ച് ടേബിൾ സ്റ്റൈൽസ് ഉണ്ട്, അതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി
ഇവിടെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്, ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ ഓരോന്നും ടിക്ക് ചെയ്യുന്ന അനുസരിച്ച് ടേബിളിൽ ചേഞ്ചസ് വരും. ഇപ്പോൾ ഹെഡർ റോനെ ടിക്ക് ചെയ്ത് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹെഡിങ് ഒക്കെ കൊടുക്കുന്നവരെ അപ്പോൾ അത് ബോൾഡ് ആയിട്ട് കാണിക്കില്ല. അതുപോലെ ടോട്ടൽ റോ, ബാൻഡഡ് റോ പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഈ ഒരു സ്റ്റൈലിൽ നമുക്കത് കാണിക്കാൻ പറ്റില്ല, വേറൊരു ബോർഡർ എടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ബാൻഡഡ് റോ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ആ ടിക്ക് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഫുൾ സെയിം കളറാവും. ബാൻഡഡ് റോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റോ ബാൻഡഡ് ആയി, പിന്നെ ഒരു റോ നല്ല ഡാർക്കായി, മറ്റേ റോ ഡാർക്ക്നെസ് ഇല്ലാണ്ട് വന്നു, പിന്നെ അടുത്ത റോ അത് ഡിഫറെൻറ്റ് കളേഴ്സ് ഒരു റോ വിട്ട് ഓരോ റോ ഇട്ടിട്ട് വരുന്നതായിരിക്കും. ഇനി ബാൻഡഡ് കോളംസ്, ഇപ്പോൾ റോസ് ആണ് ബാൻഡഡ് ആയി വന്നിരിക്കുന്നത്. ഇനി ബാൻഡഡ് കോളംസ് കൊടുത്തു കഴിഞ്ഞാൽ കോളംസും ബാൻഡഡ് ആയിട്ട് വരും. ഇപ്പോൾ ഞാനിവിടെ ബാൻഡഡ് റോസിനെ കളയുന്നുണ്ട്, അപ്പോൾ കോളംസ് ബാൻഡഡ് ആയിട്ട് വന്നു. ഇനി ബാൻഡഡ് റോസിൽ തന്നെ പോയി കഴിഞ്ഞാൽ റോസ് ബാൻഡഡ് ആവും. നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് കോളം, അതായത് ഫസ്റ്റ് കോളം ഇത് ഡാർക്കായിട്ട് വരും. ഇനി ലാസ്റ്റ് കോളം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോളം ഡാർക്കായിട്ട് വരും. അതുപോലെ ടോട്ടൽ റോ പറഞ്ഞാൽ ഏറ്റവും അടിയത്തെ റോ വന്നിട്ട് ഡാർക്കായിട്ട് വരും. പിന്നെ ഹെഡർ റോ ഇപ്പോൾ നമുക്ക് ഡാർക്കായിട്ട് വരുന്നുണ്ട്, അത് ഒന്ന് ആരോ ചെക്ക് എടുത്ത് കഴിഞ്ഞാൽ അത് ഡാർക്ക്നെസ് ഒന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ് വെക്കാം. ഇപ്പോൾ ഈ ബാൻഡഡ് റോസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് വെക്കുക, ഹെഡർ റോയും വെക്കും, ബാൻഡഡ് റോയും വെക്കും. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റൈൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. ഇനി സ്ലൈഡിനകത്ത് എങ്ങനെ ഒരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ സ്ലൈഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ചാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ചാർട്ട് ഇൻസേർട്ട് ചെയ്യാനും ഇൻസേർട്ട് ടാബിനകത്താണ് പോകേണ്ടത്. ഇതിനകത്ത് ചാർട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല ടൈപ്പ് ചാർട്ട്സ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പാണോ നമുക്ക് ചാർട്ട് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിവിടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കോളം ചാർട്ടാണ് സെലക്ട് ചെയ്ത് കിടക്കുന്നത്. ആ കോളം ചാർട്ടിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഇവിടെ കാണാൻ കഴിയും. അത് ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ലൈൻ എടുത്താൽ ലൈനിലും നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും. അതുപോലെ പൈ പറയുന്നതിലും കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് വെച്ചാൽ നമുക്ക് ആദ്യം സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൈ എടുക്കുന്നുണ്ട്, ഓക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പൈ ചാർട്ട് വരും. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു എക്സൽ ഷീറ്റും ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിലുള്ള ഡാറ്റാസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇവിടെ നമ്മുടെ ചാർട്ടിലും ചേഞ്ചസ് അപ്ലൈ ആവുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാർട്ടർ, ഈ ലൈറ്റ് ഗ്രീൻ കാണുന്നതാണ് ഫസ്റ്റ് ക്വാർട്ടർ, ഡാർക്ക് ഗ്രീൻ പറയുന്നത് സെക്കൻഡ്, അതുപോലെ യെല്ലോ തേർഡും റെഡ് ഫോർത്തുമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ സെയിൽസ് പറയുന്നത് കൂടുതലായിട്ടാണ് കാണുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ 0.2 കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ആ ഒരു വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ ഈ ഒരു സെല്ലിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ചാർട്ടിലെ വാല്യൂസും ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സൽ ഷീറ്റ് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു എക്സൽ ഷീറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ചാർട്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ ചാർട്ടിൻ്റെ സ്റ്റൈൽ നമുക്ക് ഏത് രീതിയിൽ വേണം ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആരോ ക്ലിക്ക് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്താൽ ആ ഒരു സെലക്ഷൻ്റെ അനുസരിച്ചിട്ട് നമ്മുടെ ചാർട്ടിൻ്റെ സ്റ്റൈല് മാറുന്നതായിരിക്കും. ഇപ്പോൾ ഏത് രീതിയിലോ നമുക്ക് ചാർട്ട് സ്റ്റൈൽ വേണ്ടത് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ചാർട്ടിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം. അത് ഓരോ കളർ പാലറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ പാലറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ചാർട്ടിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ ആ കളറിലായിരിക്കും അത് പിന്നെ അപ്പിയർ ആവുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു എക്സ്ട്രാ ചാർട്ട് എലമെന്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചാർട്ട് എലമെന്റിൽ പോയാൽ മതി. ഇപ്പോൾ ഇതിൽ ചാർട്ട് ടൈറ്റിൽ ഉണ്ട് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെയിൽസ് പറഞ്ഞ ആ ഒരു ടൈറ്റിൽ അവിടെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നും ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഡാറ്റ ലേബിൾസ് ഉണ്ട്. ലേബിൾസ് എവിടെ കാണും, സെൻറ്ററിലാണോ ഇൻസൈഡ് എൻഡ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നമ്മുടെ ലേബിൾ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. പിന്നെ വരുന്നത് ക്വിക്ക് ലേ ഔട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ചാർട്ടിൻ്റെ ഓവറോൾ സ്റ്റൈല് നമുക്ക് ചേഞ്ച് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചാർട്ട് ടൈപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ചാർട്ട് ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് ചാർട്ട് ടൈപ്പ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിൽ പൈ ചാർട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ചാർട്ടാണ്, പൈ ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടല്ല, നമുക്ക് വേറൊരു ചാർട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോളം ചാർട്ട് എടുത്തിട്ട് അതിൽ ഏതാ സ്റ്റൈൽ വേണ്ടിയെന്ന് സെലക്ട് ചെയ്യാം, ഇത് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ആ ഒരു ചാർട്ട് മാറിയിട്ട് വേറെ ഒരു ചാർട്ട് സ്റ്റൈലിലോട്ട്, അത് ചാർട്ട് ടൈപ്പിലോട്ട് മാറുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ
ഇപ്പോൾ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ എഡിറ്റ് ഡാറ്റ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ റോസും കോളംസും സ്വിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പെർസെൻറ്റേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വിച്ച് റോ ഓർ കോളം പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ക്വാർട്ടേഴ്സ് കണ്ടോ, ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ക്വാർട്ടേഴ്സ് പോയിട്ട് സെയിൽസ് ആയി. അപ്പോൾ ഇവിടെ സെയിൽസ് പോയിട്ട് ക്വാർട്ടേഴ്സ് ആയി. അപ്പോൾ ഇത് നമുക്കിങ്ങനെ സ്വിച്ച് ചെയ്തെടുക്കാം. വീണ്ടും ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ഇവിടെയും ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ പറയുന്നത് ഇവിടെയും വന്ന് കിടക്കും. അപ്പം ഇങ്ങനെയാണ് റോയും കോളും ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാനുള്ളത്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ്, ഈ ഒരു സ്ലൈഡിനകത്ത് എങ്ങനെ ഒരു സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ വേറൊരു സ്ലൈഡ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂ സ്ലൈഡ് എടുക്കുന്നുണ്ട്. ഇത് ക്ലോസ് ചെയ്തു. ഇൻസേർട്ടിൽ പോവാം. എന്നിട്ട് സ്മാർട്ട് ആർട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ ലിസ്റ്റ് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റിൽ ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്മാർട്ട് ആർട്ടിനകത്ത് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ബോക്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെയിം, ക്ലാസ്, ഇത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റാസ് എങ്ങനെയാണോ വരുന്നത് അതിന് റെലവെൻ്റ് ആയിട്ടുള്ള ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്മാർട്ട് ആർട്ട് സ്റ്റൈലുകൾ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ഇല്ലാതെ അതുകൂടാതെ കുറച്ച് വേറെ എക്സ്ട്രാ 3D ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു സ്മാർട്ട് ആർട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യണമെങ്കിൽ അതവിടെ സെറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവിടെ സെറ്റ് ആവും. പിന്നെ ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ടത് ആ ഒരു കളേഴ്സ് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ റീസെറ്റ് ഗ്രാഫിക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഴയ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നത് അതുപോലെ തന്നെ വരുന്നതായിരിക്കും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ രൂപത്തിൽ തന്നെ വന്നു. പിന്നെ ഇതിനകത്ത് കുറച്ച് ലേഔട്ട്സ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും സെലക്ട് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ലേഔട്ട് മാറിയിട്ട് വേറെ ലേഔട്ട്സിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലേഔട്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സിലുള്ള ഷേപ്സ് ഒക്കെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പുതിയൊരു ഷേപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ഷേപ്പ് പറഞ്ഞ ഓപ്ഷനിൽ പോയാൽ മതി. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനകത്തൊരു പുതിയ ഷേപ്പ് ആഡ് ആവും. ഇനിയിപ്പോൾ നമുക്കൊരു ഈ നെയിം പറഞ്ഞൊരു ഷേപ്പിൻ്റെ മുന്നിലാണ് ഒരു ഷേപ്പ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൽ ഒരു ആരോ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആഡ് ഷേപ്പ് ബിഫോർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ കൊടുത്താൽ മതി. ഞാൻ ശേഷമാണെങ്കിലോ ആഡ് ഷേപ്പ് ബിഫോർ ആഫ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം ഒരു ഷേപ്പ് ആഡ് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ മതി വെച്ചാൽ ആഡ് ഷേപ്പിൽ ക്ലിക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നത് ആഡ് ബുള്ളറ്റ് ആണ്. ബുള്ളറ്റ് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഷേപ്പിനുള്ളിൽ ബുള്ളറ്റ്സ് ആഡ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബുള്ളറ്റ് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിനെ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡീപ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ റൈറ്റ് ടു ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലെഫ്റ്റിൽ, ഇപ്പോൾ റൈറ്റിലോട്ടാണ് പോയത്, വീണ്ടും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെഫ്റ്റിലോട്ട് തന്നെ വരും. പിന്നെ മൂവ് ഡൗൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഷേപ്പിന് മൂവ് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ അത് നീങ്ങി പോകുന്നതായിരിക്കും. ഇനി മൂവ് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് മേലോട്ട് വരും. അപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിന് ഡീമോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വന്നിട്ട് വേറെ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ ഡീമോട്ട് ആവും. പ്രൊമോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വേറെ ഷേപ്പിലായി നിൽക്കും. ഇപ്പോൾ 3 ഓപ്ഷൻസാണ് ഈ ഒരു ക്രിയേറ്റ് ഗ്രാഫിക്സിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി നമ്മൾ റീസെറ്റ് ഗ്രാഫിക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഒരു ഫോർമാറ്റിലേക്ക് തന്നെ അത് മതി. നെക്സ്റ്റ്, ഈ ഒരു സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്കിനകത്ത് ഒരു ഷേപ്പ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഏത് ഷേപ്പാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കീബോർഡിനകത്തുള്ള ഡിലീറ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഷേപ്പ് ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഇനി ഈ ഓരോ ഷേപ്പിനെയും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതിനാണ് ഫോർമാറ്റ് ടാബിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും, സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്കിൻ്റെ ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുമ്പോഴാണ് ഫോർമാറ്റ് പറഞ്ഞ ടാബ് കാണുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് സ്റ്റൈൽ വേണമെങ്കിലും ഷേപ്പ് യൂസ് ചെയ്യാം. ഏത് സ്റ്റൈൽ വേണമെങ്കിലും ഷേപ്പിന് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ഷേപ്പ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഷേപ്പ് സെലക്ട് ചെയ്താൽ ആ ഒരു ഷേപ്പിലോട്ട് അത് ചേഞ്ച് ആവും.
അതുപോലെ ഇതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഷേപ്പ് ഫില്ല് കൊടുക്കാം, അതുപോലെ ഷേപ്പ് ഔട്ട്ലൈൻ കൊടുക്കാം, ഷേപ്പ് എഫക്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ നമുക്ക് അലൈൻ ചെയ്ത് വെക്കാൻ, അലൈൻ ടു സ്പ്രെഡ് ആണെങ്കിൽ അത് എങ്ങനെയാണ് അലൈൻ ചെയ്യേണ്ടത് വെച്ചാൽ അത് കൊടുക്കാം. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ മുന്നത്തെ ട്യൂട്ടോറിയലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അത് വീണ്ടും വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ഷേപ്പ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സിനകത്ത് വരുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ.